വിശ്വസിച്ചൊപ്പം നിന്ന് ജീവനെടുത്ത പ്രതികളെല്ലാം പിടിയിലായിട്ടുണ്ട്. ആദ്യം ബംഗളൂരുവിലേക്കാണ്. ബംഗളൂരുവിൽ അസം സ്വദേശിയായ വ്ളോഗറെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. കണ്ണൂർ സ്വദേശി ആരവനെ കർണാടകയിലെ ദേവനഹള്ളിയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാനുണ്ട്. കൊലപാതക ശേഷം മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ആരവ് ട്രെയിൻ മാർഗം ആദ്യം പോയത് റായ്ചൂരിലേക്ക്. അവിടെ നിന്ന് ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾ പിന്നിട്ട് വാരണാസി വരെ എത്തി. പോലീസിന്റെ വലയിൽ കുടുങ്ങുമെന്നുറപ്പായപ്പോൾ തിരിച്ച് ബംഗളൂരുവിലേക്ക് മടങ്ങി. അതിനിടെയാണ് ദേവനഹള്ളിയിൽ വെച്ച് ആരവിനെ പോലീസ് പിടികൂടിയത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചു. ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ആരവും മായയും പരിചയപ്പെട്ടത്. പ്രണയബന്ധത്തിലുണ്ടായ പൊരുത്തക്കേടുകൾ തർക്കമായി. ഒടുവിലത് കൊലപാതകത്തിൽ കലാശിച്ചു. കൊലപാതകത്തിനുപയോഗിച്ച കയറും കത്തിയും ഓൺലൈനിലൂടെയാണ് വാങ്ങിയത്. We found a dead body in service apartment in Indiranagar. We registered a case under 302 murder and we proceeded with the investigation. We were taken into custody and we are interrogating him. The formalities we are going to finish by tomorrow. 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ബംഗളൂരു പോലീസിന്റെ അന്വേഷണം. കണ്ണൂരിലെ ആരവിന്റെ വീട്ടിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലും പരിശോധന നടത്തിയിരുന്നു. ആരവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൊലപാതകത്തിന്റെ കൂടുതൽ ചുരുളഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. 24 ബംഗളൂരു.